തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ അരിയും സാധനങ്ങളും അടങ്ങുന്ന വിഷുക്കിറ്റ് വിതരണം ചെയ്തു. കിറ്റ് വാങ്ങുന്നതിനായി നിരവധി പേരാണ് എത്തിയത്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? തൃശൂർ ഓളരി ഭാഗത്താണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടത്തിയിട്ടുള്ളത്. അത് വിഷു കിറ്റ് വിതരണം എന്നാണ് അവർ ആദ്യമേ തന്നെ പറഞ്ഞത്. അതായത് ഈ ബി.ജെ.പിയുടെ പ്രചരണ പരിപാടികൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ നിരവധി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഇതിൽ ഈ കാണുന്ന ആളുകൾക്ക് തന്നെയും വയസ്സായിട്ടുള്ള അമ്മമാരാണ്. ഇവരാണ് ഇത്തരത്തിൽ കിറ്റ് വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. ഇവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞ് വരുത്തിച്ചതാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഓളരി ഭാഗത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ പുറകുവശത്താണ് ഇത്തരത്തിൽ ഈ കിറ്റുകൾ, അത് വിഷുവിനുള്ള സാധനങ്ങൾ, അരി ഉൾപ്പെടെയുള്ള പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അത്തരത്തിൽ കിറ്റ് വിതരണത്തിനായിട്ട് നിരവധി ആളുകളാണ് ഈ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വീടുകളിൽ നിന്നും എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സമയത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളൊക്കെ തന്നെയും, അതായത് വി ആർ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെയും എത്തി ഇത് തടഞ്ഞിരുന്നു. എങ്കിൽ പോലും ഏതാണ്ട് 48ഓളം കിറ്റുകൾ ഇവിടെ വിതരണം ചെയ്തു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി ഇത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളാണ് ഇതിനോടകം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 48 കിറ്റുകൾ ഇതിനോടകം വിതരണം ചെയ്തു. ഇവിടെ പിന്നെയും ഓരോ വീട്ടുകളിൽ നിന്ന് അമ്മമാർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വിഷു കിറ്റ് എന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അതായത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിഷു കിറ്റ് ബി.ജെ.പി നൽകുന്നുണ്ടെങ്കിൽ തന്നെ അത് വിഷു സമയത്താണ് വിതരണം ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, വോട്ടർമാരെ ഈ കിറ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിന് അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഈ കിറ്റ് വിതരണം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം എത്തിയിട്ടുണ്ട്. വേണ്ട വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മറ്റൊരു കാര്യം, പ്രധാനമായിട്ടും ഈ കിറ്റിന് പണം അത് ആര് നൽകും എന്നുള്ള ഒരു ചോദ്യത്തിന് സൂപ്പർ മാർക്കറ്റിന്റെ ഉടമകൾ പറഞ്ഞിട്ടുള്ളത് ബി.ജെ.പി നേതാക്കൾ നൽകും എന്നുള്ള കാര്യം കൂടിയാണ്. എന്തായാലും പോലീസ് ഉൾപ്പെടെ ഈ സ്ഥലത്ത് എത്തി വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകിയ ഈ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ 48 കിറ്റുകളോളം വിറ്റുവെന്നാണ് LDFന്റെ പ്രവർത്തകർ പറയുന്നത്. അതിനോടകം തന്നെ ഓരോ ഭാഗങ്ങളിൽ നിന്നായി ഈ കിറ്റ് വാങ്ങുന്നതിനായിട്ട് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർ കൂടി എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് നമുക്ക്, അതായത് ഈ സൂപ്പർ മാർക്കറ്റിന് തൊട്ട് എതിർദിശയിലായിട്ട് ബി.ജെ.പിയുടെ ഒരു പ്രചരണ പരിപാടി കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്, പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. ഇതിനെതിരെ LDF പരാതിയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. അതായത് നിലവിലെ കിറ്റ് വിതരണം നടക്കുന്നത് ബി.ജെ.പിയുടെ നേതൃത്വത്തിലാണെന്ന് വ്യക്തമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന ഇത്തരം ഒരു കിറ്റ് വിതരണം അത് വോട്ട് ലക്ഷ്യമിട്ടുള്ളത് എന്നതിൽ ഒരു സംശയവുമില്ല സാരംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ പ്രവർത്തകർ പറയുന്നത് പ്രധാനമായും വിഷുവിന് നൽകാനുള്ള കിറ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, വിഷുവിന് നൽകാനുള്ള കിറ്റ് ഈ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് LDFന്റെ തന്നെയും പ്രവർത്തകരൊക്കെ തന്നെയും ചോദിക്കുന്നത്. എന്തായാലും ഈ കിറ്റ് വിതരണം നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 48ലധികം കിറ്റുകൾ വിതരണം ചെയ്തു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇനി തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു കിറ്റ് വിതരണം എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നടന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. 100% അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള രംഗത്തേക്ക് വരാനാണ് LDFന്റെ നേതൃത്വം ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ജീവനക്കാരെ, സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഈ കട അടപ്പിക്കാനുള്ള സാധ്യതയിലാണ് കാണുന്നത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് പുറകുവശത്താണ് ഇത്തരത്തിൽ ഈ കിറ്റ് വിതരണം ചെയ്തിട്ടുള്ളത്. പ്രവർത്തകർ തന്നെ, അതായത് ഈ ജീവനക്കാർ തന്നെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് കിറ്റ് എടുത്തു കൊടുക്കുകയായിരുന്നു. എന്തായാലും ഇടതുപക്ഷം ഇത് കൃത്യസമയത്ത് അറിഞ്ഞ് ഇവിടെ എത്തുകയും ഇത് വലിയൊരു പ്രതിഷേധം തീർക്കുകയും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കട അടച്ചുപൂട്ടുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഓണർമാർ പറഞ്ഞത് ഈ കിറ്റ് നൽകാനുള്ള ഫണ്ട് നേരത്തെ തന്നെ ബി.ജെ.പി പ്രവർത്തകർ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.